ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഇടവപ്പള്ളിയിലെ തിരുനാളായിരുന്നു. ഈ തിരുനാളിന് മാത്രം കാണുന്ന ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഞാൻ കുറേ യുവജനങ്ങളെ കണ്ടുമുട്ടി. അവരെ ആദ്യമായിട്ടും അവസാനമായിട്ടും. കാരണം ഒരു പെരുന്നാളിന് മാത്രമേ പള്ളി വരത്തുള്ളൂ. അതിലൊരു പയ്യനോട് ഞാനിങ്ങനെ വർത്താനം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ നീ കുമ്പസാരിച്ചിട്ടൊക്കെ എത്ര നാളായടാ? ഞാൻ പറഞ്ഞൊരു 3-4 വർഷമായി അച്ഛാ. കുർബാന സ്വീകരിച്ചിട്ടും കുമ്പസാരിച്ചിട്ടും. പള്ളിയിലൊക്കെ പോകും, പക്ഷേ കുർബാന സ്വീകരിക്കാറൊന്നുമില്ല. അവൻ പറഞ്ഞു, അച്ഛന് നിർബന്ധമാണെങ്കിൽ ഞാൻ കുർബാന സ്വീകരിക്കാം, അപ്പം തിന്നാനൊക്കെ എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ. കുമ്പസാരിക്കത്തില്ല, കാരണം ഞാൻ എൻ്റെ പാപങ്ങളൊക്കെ ദൈവത്തോട് നേരിട്ട് പറഞ്ഞോളാം, എനിക്കൊരു മറ്റൊരു വ്യക്തിയുടെ മുമ്പിൽ അത് പറയാൻ ഇഷ്ടമല്ല എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട് അച്ഛാ, അതങ്ങനെയൊക്കെ പോയാൽ മതി എന്ന്. ഇന്നത്തെ ലേഖന ഭാഗത്ത് ഒരു വചനമുണ്ട്, കർത്താവിന് സാക്ഷ്യം നൽകുന്നതിന് നീ ലജ്ജിക്കരുത് എന്നുള്ളത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വചനമാണ്. ഇന്ന് എൻ്റെ ഓർഡിനേഷൻ ഡേ ആണ്, ജനുവരി 6 ധനക തിരുനാൾ കൂടിയാണ്. ഈ 4 വർഷത്തെ കാലയളവിൽ ഞാൻ ചങ്കോട് ചേർത്ത് വെച്ച ഒരു വചനം കൂടിയാണിത്, കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത് എന്നുള്ളത്. ഇന്നത്തെ ഈ കറണ്ട് സിറ്റുവേഷനിൽ ഒരുപാട് ആപ്റ്റായിട്ടുള്ള ഒരു വചനം കൂടിയാണ്. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം, വെല്ലുവിളി ഇതാണ്: ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്നതിൽ, ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിലൊക്കെ എനിക്ക് നാണക്കേടുണ്ടോ, മടിയുണ്ടോ, ഇഷ്ടക്കേടുണ്ടോ? ഒരു പുരോഹിതൻ്റെ ഏറ്റവും വലിയ ദൗത്യമാണ് വചനം പ്രഘോഷിക്കുക എന്നുള്ളത്. പുരോഹിതന് മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്വവും ദൗത്യമാണ് വചനം പ്രഘോഷിക്കുക, ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളത്. ഈ വെല്ലുവിളി ഏറ്റെടുക്കാനായിട്ട് നീ തയ്യാറാണ് എന്നുള്ളതാണ്. ക്രിസ്തുവിന് സാക്ഷിയാകാനും ക്രിസ്തുവിനെ കൊടുക്കാനും നിന്റെ അനുദിന ജീവിതത്തിലൂടെ നിനക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത്.